നമസ്കാരം. പ്രധാന വാർത്തകൾ. മരണക്കെണിയായി മാറി മുണ്ടൂർ തൂത സംസ്ഥാന പാത. അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ 4 പേർക്കാണ് ഈ ഭാഗത്ത് മാത്രം ജീവൻ നഷ്ടമായത്. അങ്ങാടിപ്പുറത്തെ ബൈപ്പാസ് റോഡുകളുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരും. മഞ്ഞളാം കുഴിയാലി MLA ഇടപെട്ടാണ് യോഗം വിളിക്കുന്നത്. ചെത്തല്ലൂർ കാവുവട്ടത്ത് സ്ഥാപിച്ച തൃക്കരിപ്പൂർ MLA സന്ദീപ് ജി വാര്യരുടെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ച അജ്ഞാതർ. പോലീസിൽ പരാതി നൽകി കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റി. മണ്ണാർക്കാട് നജാദ് കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണ കാരണം റാഗിംഗ് ചോദ്യം ചെയ്തതിലെ വൈരാഗ്യം. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കരുതെന്ന് തൃക്കരിപ്പൂർ MLA സന്ദീപ് ജി വാര്യർ. ഇത്തരം ഇടങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നും സന്ദീപ് ജി വാര്യർ. വാർത്തകൾ വിശദമായി. അപാകതകൾ മൂലം മരണക്കെണിയായി മാറിയ മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്ന് കാക്കത്തോട് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ 4 പേർക്കാണ് ഈ ഭാഗത്ത് മാത്രം ജീവൻ നഷ്ടമായത്. ജനകീയ പ്രക്ഷോഭം സിന്ദാബാദ്. ജനകീയ പ്രക്ഷോഭം സിന്ദാബാദ്. റോഡിന്റെ അപാകതകൾ പരിഹരിക്കുക. ദിനംപ്രതിയുള്ള അപകടങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കുക. ദിനംപ്രതിയുള്ള അപകടങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കുക. ജനകീയ പ്രക്ഷോഭം സിന്ദാബാദ്. അപകട മരണങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കുക. അപകട മരണങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കുക. അപകടമുണ്ടാകാതിരിക്കാൻ അധികാരികൾ കണ്ണു തുറക്കുക. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അധികാരികൾ കണ്ണു തുറക്കുക. 362 കോടി രൂപ ചെലവിൽ നവീകരിച്ച മുണ്ടൂർ തുത സംസ്ഥാന പാതയിലെ അപാകതകൾ മൂലം അപകടങ്ങളും മരണങ്ങളും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ പ്രകാരം 2 വർഷത്തിനിടെ 25ലധികം പേർക്കാണ് ഈ പാതയിൽ ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിനും മാങ്ങോടിനും ഇടയിൽ നടന്ന അപകടങ്ങളിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ പ്രദേശത്തെ റോഡിന്റെ അപാകതകൾ പരിഹരിച്ച് അപകട സാധ്യത കുറയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂടാതെ മതിയായ സിഗ്നലുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഈ ഭാഗത്ത് ഒരുക്കിയിട്ടില്ല. ഇതിനെല്ലാം അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പാത ഉപരോധിച്ചത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന ഉപരോധത്തിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. കച്ചേരിക്കുന്നിന്റെയും കാക്കാത്തോടിന്റെയും 26-ാം മൈലിൽ പ്രദേശവാസികൾ സംഘടിപ്പിക്കുന്ന ഈ ഒരു ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ആധികാരികമായിട്ടുള്ള വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രതിരോധം ഞങ്ങൾ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇതിന്റെ പേരിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് കൂടി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. 362 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് മുണ്ടൂർ മുതൽ തൂത വരെയുള്ള ഈ KSTP റോഡിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചതും ഇപ്പോൾ അത് പൂർത്തീകരണ ഘട്ടത്തിൽ കിടക്കുന്നത്. എന്നാൽ ഈ റോഡിന്റെ അധികാരികളോട്, KSTP അധികാരികളോട്, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് അധികാരികളോട് നമ്മൾ ചോദിച്ചപ്പോ ഇപ്പോഴും ഈ റോഡിന്റെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാൻ ബാക്കിയുണ്ട്. ഇനിയും ഇത് പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഒരുപാട് രൂപയുടെ പണം ലഭിക്കാറുണ്ട് എന്ന് വാദപ്രതിവാദം നടത്തി ഈ ജനങ്ങളെ നോക്കുകുത്തിയാക്കിയത്. 4 മാസം കൊണ്ട് ഏകദേശം 4 പേർ ഈ നാട്ടിൽ തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. അതിദാരുണമായിക്കൊണ്ടാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവർ ഈ റോഡിൽ ജീവൻ പൊലിഞ്ഞു വീണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അധികാരം നീട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തയ്യാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായിക്കൊണ്ട്, നമുക്കറിയാം കച്ചേരിക്കുന്ന് പള്ളി പരിസരത്ത് 24 മണിക്കൂറിൽ ഒരു ദിവസം പ്രതിദിനം 5ഉം 6ഉം അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു നടപടിയും അതിന്റെ ഭാഗമായി കൊണ്ട് സ്വീകരിച്ചിട്ടില്ല. ആ പള്ളിയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അമ്പലങ്ങളും എല്ലാ വിശ്വാസികളുടെയും കേന്ദ്രമാണ് എന്നതിൽ തന്നെ ആ പള്ളി അവിടെ ഒരു സ്ഥലം വിട്ടു നൽകുകയും ആ വിട്ടു നൽകിയ സ്ഥലത്ത് ചെർപ്പുളശ്ശേരിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് പോലും ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് തയ്യാറാകാൻ ഇതുവരെ KSTP അധികൃതർ തയ്യാറായിട്ടില്ല. അങ്ങാടിപ്പുറത്തെ ബൈപ്പാസ് റോഡുകളുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ 30-ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. മഞ്ഞളാം കുഴിയാലി MLA ഇടപെട്ടാണ് യോഗം വിളിക്കുന്നത്. അങ്ങാടിപ്പുറത്ത് കോഴിക്കോട് റോഡിനെയും വളാഞ്ചേരി കോട്ടിക്കൽ റോഡുകളെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന വൈലോങ്ങര ഓരാടംപലം ബൈപ്പാസ് റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇനി സ്ഥലം ഏറ്റെടുത്താൽ മതി. കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ചില പരാതികളും പരിഹരിക്കണം.
അങ്ങാടിപ്പുറത്തെ മറ്റൊരു പദ്ധതിയായ ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് റോഡിന്റെ പ്രഥമഘട്ട പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4.1 കിലോമീറ്റർ ദൈർഘ്യം കണക്കാക്കിയ ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് 3.3 കിലോമീറ്റർ മങ്കട മണ്ഡലത്തിലും ബാക്കി പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ പരിധിയിലും വരുന്നതാണ്. ഈ 2 ബൈപ്പാസ് റോഡ് പദ്ധതികളുടെയും നിലവിലെ സ്ഥിതി വിലയിരുത്തുന്നതിനും പുതിയ പദ്ധതികൾ കൈക്കൊള്ളുന്നതിനും തിരുവനന്തപുരത്ത് ഈ മാസം 30-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരും. മഞ്ഞളാംകുഴി അലി MLA ഇടപെട്ടാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. യോഗത്തിൽ ജനപ്രതിനിധികളും പങ്കെടുക്കും. ഇതേസമയം ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് മഞ്ഞളാംകുഴി അലി MLA കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അധിക തുക ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ കുറഞ്ഞത് 30 കോടി രൂപയെങ്കിലും വേണമെന്നാണ് MLA ആവശ്യപ്പെട്ടത്. 12 വർഷം മുൻപ് ഈ പദ്ധതിയുടെ റഫ് എസ്റ്റിമേറ്റിൽ 250 കോടി രൂപയാണ് കണക്കാക്കിയിരുന്നത്. തൃക്കരിപ്പൂർ MLA ആയി വിജയിച്ച സന്ദീപ് ജി വാര്യരെ അഭിവാദ്യം ചെയ്ത് ചെത്തല്ലൂർ കാവുവട്ടത്ത് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് അജ്ഞാതർ നശിപ്പിച്ചു. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം. കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റി നാട്ടുകൽ പോലീസിൽ പരാതി നൽകി. 12 അടിയോളം ഉയരമുള്ള ഫ്ലെക്സ് ബോർഡാണ് ബ്ലേഡ് പോലുള്ള വസ്തു ഉപയോഗിച്ച് നശിപ്പിച്ചത്. ചിത്രത്തിൽ നിന്നും മുഖം വെട്ടിമാറ്റാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് കരുതുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. സന്ദീപ് ജി വാര്യരുടെ വിജയം അലോസരമുണ്ടാക്കിയവരാണ് ഇതിനു പിന്നിൽ. വിഷയത്തിൽ നാട്ടുകൽ പോലീസിൽ പരാതി നൽകിയതായി കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് പറഞ്ഞു. സന്ദീപ് വാര്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചും അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എതിരാളികളിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം MLA ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ ഇടപെടലുകൾ, നാട്ടിലെ ഇടപെടലുകൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ആളുകളുടെ ക്രമാതീതമായ കടന്നുകയറ്റമൊക്കെ കണ്ടപ്പോൾ അതിൽ വിറളി പൂണ്ട എതിരാളികൾ അദ്ദേഹത്തെ ഏതു വിധേനയും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഫോൺ കോളുകളുടെയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിനൊന്നും കഴിയാത്ത ചില സാമൂഹ്യ ദ്രോഹികൾ ഇരുട്ടിൻ്റെ മറവിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് ബോർഡ് 12 അടിയുമുള്ള ഫ്ലെക്സ് ബോർഡ് വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ പോയി ബ്ലേഡോ മറ്റു ആയുധങ്ങളോ ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഈ ഒരു ഫ്ലെക്സ് നശിപ്പിച്ചതുകൊണ്ട് സന്ദീപ് വാര്യരെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയോ ഇവിടെ നശിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹം കൂടുതൽ കരുത്തനായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സന്ദീപ് ജി വാര്യരുടെ ജന്മനാടായ ചെത്തല്ലൂർ പ്രദേശത്ത് ഇത്തരത്തിൽ നിരവധി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാവുവട്ടത്തെ ബോർഡ് മാത്രമാണ് നശിപ്പിച്ചത്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോട്ടിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയായ മധ്യവയസ്കനെ നാട്ടുകാരും പോലീസും ചേർന്ന് സമയോചിതമായി രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് സംഭവം നടന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജീവനൊടുക്കാൻ തോട്ടിൽ ചാടിയ ഇയാളെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കണ്ണിയമ്പുറം തോട്ടുപാലത്തിന് താഴെ ഏതാണ്ട് 50-ലേറെ പ്രായം തോന്നിക്കുന്നയാൾ ഒഴുക്കിൽപ്പെട്ടത് സമീപത്ത് ഹോട്ടൽ നടത്തുന്ന വ്യാപാരിയാണ് ആദ്യം കാണുന്നത്. ഇദ്ദേഹം ഉടൻ തന്നെ പരിസരത്തെ കടകളിലുള്ള ജീവനക്കാരെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. നാട്ടുകാർ ഓടിക്കൂടുന്നതിനിടയിലാണ് ആ വഴി ട്രാഫിക് പോലീസിന്റെ സംഘം എത്തിയത്. തുടർന്ന് ഒട്ടും സമയം കളയാതെ പോലീസും സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരും ചേർന്ന് തോട്ടിലിറങ്ങി ഇയാളെ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കുകയായിരുന്നു. രക്ഷപ്പെടുത്തിയ ഉടൻ തന്നെ ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തമിഴ്നാട് സ്വദേശിയായ മുത്തുകുമാർ എന്നാണ് ഇയാളുടെ പേരെന്നും കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ലെന്നും മരിക്കാനായി തോട്ടിൽ ചാടിയതാണെന്നുമാണ് ഇയാൾ നൽകിയ മൊഴി. സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൃത്യസമയത്ത് രക്ഷകരായ നാട്ടുകാരുടെയും ട്രാഫിക് പോലീസിന്റെയും ഇടപെടലിനെ പ്രദേശവാസികൾ അഭിനന്ദിച്ചു. ഇവിടെ നിൽക്കായിരുന്നോ? നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ തോട്ടുകൂടെ ഒരു നീല കളർ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ഷർട്ടിന്റെ കളറ് അത് നോക്കിയപ്പോൾ ഒരാളിങ്ങനെ തലയും വെള്ളത്തിലായിട്ട് കിടക്കണം. ഒരാളെ കിടക്കുമ്പോൾ നോക്കുമ്പോൾ അവൻ്റെ ഇടത്തേമനെ വിളിച്ചു. എന്തൊരു ആള് പോവാണോ വെച്ചു. അപ്പം അങ്ങനെ അപ്പോൾ നോക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ആളിങ്ങനെ പോയി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോവുക. അപ്പോൾ ഞാൻ മേലത്തെ ആൾക്കാരെ വിളിച്ച് അവിടുന്ന് ഷാപ്പിൽ നിന്ന് അർജുനേട്ടൻ അവരെയൊക്കെ വിളിച്ച് ചിന്ന ബസ്സത്തെ ആൾക്കാരെ വിളിച്ച് കാണിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ എല്ലാവരും ഓടിപ്പോയപ്പോൾ ആള് വെള്ളത്തിൽ കൂടെ അങ്ങനെ ഒഴുകി പോകണം. ഒരാൾ ഓടിപ്പോയി ആ ഭാഗത്ത് പോയി നിന്നിട്ട് ആളെ വിളിച്ചു. അപ്പോൾ ആളെ എണീറ്റിട്ട് കുറച്ചും കൂടി വന്ന് ഞാൻ ഇതിവിടെ വഴിയുണ്ട് ഇതിവിടെ കയറി വരാൻ പറഞ്ഞപ്പോൾ ആൾ പിന്നെ കയറുന്നില്ല. ഞങ്ങളവിടെ ഇവിടെ വന്നു. ഇപ്പോഴാണ് ഹൈവേ പോലീസ് ഇതേ വരുന്നത്. ഇവിടെ ആൾക്കാർ വന്നപ്പോൾ പോലീസ് വന്നു. എല്ലാവരും കൂടി പോയിട്ട് അതിനെ പിടിച്ച് ഞാൻ കൈ പിടിച്ച് കയറ്റി മേലേക്ക് അങ്ങനെ കൊണ്ടാടി ഇരുത്തി. ഞാൻ അതിന് മുണ്ടൊക്കെ കൊടുത്തു. നിന്നിട്ട് മുണ്ടൊന്നുമില്ല, ഷെഡ്ഡി മാത്രമേ ഉള്ളൂ. മുണ്ട് കൊടുക്കാൻ വേണ്ടി ആൾ മുണ്ട് കൊടുക്കാൻ സമ്മതിക്കണില്ല. മണ്ണാർക്കാട് നജാദ് കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണം.
ആക്രമണത്തിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി ആറ്റാശ്ശേരി കരിപ്പമണ്ണ കോരത്ത് മുഹമ്മദ് നഫീഹിന് പരിക്കേറ്റു. ആക്രമണ കാരണം റാഗിംഗ് ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി. വ്യാഴാഴ്ച വൈകിട്ടാണ് ധാർണാജാത്ത് ഹൈസ്കൂളിന് മുൻവശത്ത് നജാത്ത് കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം നടന്നത്. സംഘടനത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാർ ഇടപെട്ടതോടെ സംഘർഷത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾ ഓടിമറഞ്ഞു. ഇരുമ്പ് വടിയടക്കം മാരകായുധങ്ങളുമായാണ് തന്നെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ 2ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് നഫീഹ് പറഞ്ഞു. ഷർട്ടിന് ബട്ടൺസ് ഇടാൻ ആവശ്യപ്പെട്ടതും മുൻപുണ്ടായ സംഘർഷത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കാത്തതുമാണ് മർദ്ദിക്കാൻ കാരണം. കയ്യിനും തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ നഫീഹ് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ വൈകുന്നേരം ക്ലാസ് വിട്ടതിന് ശേഷം ഇങ്ങനെ വണ്ടി എടുക്കാൻ പോയപ്പോൾ തേർഡ് ഇയേഴ്സിലെ ആൾക്കാർ അന്ന് റാഗ് ചെയ്തു. അപ്പം ഞങ്ങൾ അതിനെ തീർത്തിട്ട് അതിനൊന്ന് കൂട്ടുകാർ ഞങ്ങൾ വേഗം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് ഇങ്ങനെ പോയപ്പോൾ നജാത്ത് സ്കൂളിന് മുമ്പിൽ വെച്ചിട്ട് അവർ വന്നിട്ട് ആക്രമിച്ചു. അവരുടെ ഇരുമ്പിന്റെ സാധനങ്ങളും അതേമാതിരി പൈപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആക്രമിച്ചത്. പെരിക്ക് തലമ പെരിക്കുണ്ട്, അതേമാതിരി മുഖത്ത് പെരിക്കുണ്ട്, കയ്യുമ്പ പെരിക്കുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. റാഗിങ് ഇഷ്യൂ ആണെന്ന് കരുതുന്നു. നഫീഹിന്റെ പിതാവ് നാസർ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കരുതെന്ന് തൃക്കരിപ്പൂർ MLA സന്ദീപ് ജി വാര്യർ. ഇത്തരം ഇടങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക സംഘടനയായ സർഗലയയുടെ 2ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് ജി വാര്യർ. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കരുത്. അവിടെ കൂടി പ്രവർത്തനം, ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തനം ഏറ്റെടുത്തതുപോലെ അത്തരം പ്രവർത്തനങ്ങളിലും കൂടി കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധയോട് കൂടിയിട്ട് ഇടപെടണം. അതല്ലെങ്കിൽ അത്തരം പരിസരങ്ങൾ, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന സാംസ്കാരിക പരിസരങ്ങൾ കൂടിയാണ്. അവിടെ വർഗീയവാദികൾ അത് എളുപ്പത്തിൽ അതെല്ലാം നമ്മൾ മാറി നിൽക്കുമ്പോൾ അവരത് കയ്യേറും എന്നുള്ളത് ഓർമ്മ വേണം. നമ്മുടെ മലബാർ മേഖലയിലും പ്രത്യേകിച്ച് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലുമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒട്ടേറെ കലാകാരന്മാരെ, സാംസ്കാരിക പ്രവർത്തകരെ, എഴുത്തുകാരെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് വേദികൾ എടുക്കാനും അവർക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ പിന്തുണയുണ്ടാകും. മലബാർ മേഖലയിലും പാലക്കാടും നിരവധി എഴുത്തുകാരന്മാരും കലാകാരന്മാരുമുണ്ട്. അവരെയെല്ലാം മുന്നോട്ട് കൊണ്ടുവരാൻ സർഗലയയ്ക്ക് കഴിയണമെന്നും ഇതിനായി പൂർണ്ണ പിന്തുണ നൽകാമെന്നും സന്ദീപ് ജി വാര്യർ ഉറപ്പു നൽകി. സർഗലയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ അധ്യക്ഷനായി. ഉണ്ണി കരിമ്പുഴ രചിച്ച മേലൂക്കരയിലെ വിശേഷങ്ങൾ എന്ന നോവലിന്റെയും ഓമന ടി കരിമ്പുഴ രചിച്ച പ്രണയനിലാക്കിളികൾ എന്ന കവിതാ സമാഹാരത്തിന്റെയും പ്രകാശനം മുതിർന്ന മാധ്യമപ്രവർത്തകനും സാഹിത്യ നിരൂപകനുമായ KC നാരായണൻ, കഥകളി നടനും സംഗീതജ്ഞനുമായ സദനം K ഹരികുമാറിന് നൽകി നിർവഹിച്ചു. തെക്കേടത്ത് കൃഷ്ണപൊതുവാൾ സ്മാരക പുരസ്കാരങ്ങൾ സന്ദീപ് ജി വാര്യർ വിതരണം ചെയ്തു. കലാവല്ലഭ പുരസ്കാരം തോപ്പിൽ ബാലചന്ദ്രനും, കരകൗശല പുരസ്കാരം അഴിയന്നൂർ K കൃഷ്ണകുമാരനും, സ്ത്രീശക്തി പുരസ്കാരം മഞ്ജുള CP കടമ്പൂരിനും, യുവശക്തി പുരസ്കാരം വിദ്യാമേനോൻ നല്ലൂരിനും നൽകി ആദരിച്ചു. സർഗലയ രക്ഷാധികാരി P ഹരിഗോവിന്ദൻ തെക്കേടത്ത് കൃഷ്ണപൊതുവാൾ അനുസ്മരണം നടത്തി. PV ശശിധരൻ, P സുരേഷ്, P ഗിരീശൻ, K ബാലകൃഷ്ണൻ, K ജയനാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ കൈകോർത്ത് ജനങ്ങളും പോലീസും. ചെർപ്പളശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബുള്ളറ്റ് റാലി വർണ്ണാഭമായി. BK ശ്രീകണ്ഠൻ MP റാലി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെ നമുക്ക് ഒന്നിച്ച് പ്രതിരോധിക്കാൻ പ്രിയമുള്ളവര്. ലഹരി വിമുക്ത നവകേരളത്തിനായി ജനവർഗം നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ സന്ദേശ ബുള്ളറ്റ് റാലി. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് ചെർപ്പളശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി ബുള്ളറ്റ് റാലി സംഘടിപ്പിച്ചത്. ചെർപ്പളശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലി നെല്ലായ, പേങ്ങാട്ടിനി, കൈലിയാട്, ചളവറ, തൃക്കടീരി തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് വെള്ളിനേഴിയിൽ സമാപിച്ചു. ചെർപ്പളശ്ശേരിയിൽ നടന്ന ഉദ്ഘാടന പൊതുയോഗം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്നത് കണക്കെടുത്ത് നോക്കിയാൽ ആ കുറ്റകൃത്യത്തിന്റെയൊക്കെ പിന്നിൽ മയക്കുമരുന്നും മദ്യവും ഉൾപ്പെടെയുള്ള ഈ മായാലോകമാണ്. അമിതമായ പണം ആഗ്രഹിക്കുകയാണ്. കാരണം സുഖ സൗകര്യങ്ങൾക്ക് പിറകെ പോവുകയാണ്.
പണത്തിന് വേണ്ടി എന്തും ചെയ്യുകയാണ്. നമ്മുടെ തൊട്ട ജില്ലയിലാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം രാവിലെ 7 മണിക്ക് നോക്കുമ്പോൾ ടി.വിയിൽ ബ്രേക്കിംഗ് ന്യൂസാണ്. എന്താ ബ്രേക്കിംഗ് ന്യൂസ് അറിയോ? ഒരു അമ്മയെ മകൻ കുത്തി കൊലപ്പെടുത്തിയിരിക്കുക. അധികം പറയാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചപ്പോ അവർക്ക് നാട്ടുകാർക്ക് അറിയില്ല. ആളുകളൊക്കെ ഓടിക്കൂടി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് പോലീസ് ഉടനെ വന്നു. ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ചാനലുകാരും വന്നു ചോദിച്ചു, എന്താ നീ ചെയ്തത്, എന്താ ഇതിന്റെ കാരണം ചോദിച്ചപ്പോ ഇവനെ അക്ഷോഭ്യമായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്നെ ജനിപ്പിച്ചിട്ടുള്ള പ്രതികാരം ഞാൻ വീട്ടിയതാണ്. ആരെന്നെ? സ്വന്തം അമ്മേനെ കൊന്നിട്ട്. എന്താ കാര്യം? കുറച്ചു കാലമായിട്ട് മയക്കുമരുന്നിന് അടിമയാണ്. അവൻ മകനുമല്ല മനുഷ്യനും അല്ലാതായി. അമ്മയ്ക്ക് അറിയില്ലല്ലോ, സ്വന്തം മകനല്ലേ. എപ്പോഴും പൈസ ചോദിക്കുകയും അന്ന് രാവിലെ ചോദിച്ച പൈസ കൊടുത്തില്ല. ഒറ്റ കാരണമുള്ളൂ, അവിടെ ഇരുന്ന് കത്തിയെടുത്ത് കുത്തി. ഇനിയിപ്പോ പൈസ തരുന്നില്ലെങ്കിൽ വേണ്ട, ഇത് തീർന്നോളുന്നതാണ്. അപ്പൊ അവൻ മനുഷ്യനല്ലാതായി, മകനല്ലാതായി, മൃഗത്തിന്റെ സ്വഭാവമായി. പി മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയായി. ചെർപ്പളശ്ശേരി SHO കവിരാജ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. SI ബിൻഷാദ് അലി, നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, കൗൺസിലർ KM ഇസ്ഹാഖ്, SI JNV തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണ പരിപാടികളിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും നാട്ടുകാരും സംബന്ധിച്ചു. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ഇടവേള. വാർത്തകൾ തുടരുന്നു. പഞ്ചായത്തിന്റെ അനുമതിയിൽ തുടങ്ങിയ മതിൽ നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ തന്നെ സ്റ്റോപ്പ് മെമ്മോ. ഇതോടെ മതിൽ നിർമ്മാണം തുടരാൻ ആവാതെ കുമരംപുത്തൂരിൽ അമ്മയും മകളും. മുകളിൽ നിന്നുള്ള സമ്മർദ്ദമെന്നാണ് അധികൃതരുടെ മറുപടിയെന്ന് വീട്ടുകാർ. പഞ്ചായത്ത് മുതൽ കലക്ടറേറ്റ് വരെ കയറിയിറങ്ങിയിട്ടും പരിഹാരമില്ലെന്നും അവർ പറഞ്ഞു. മെമ്പറാണ് പഞ്ചായത്ത് മെമ്പർ, ഇപ്പോഴത്തെ വാർഡ് മെമ്പർ. പിന്നെ ഭരണസമിതിത്തെ കുറച്ച് പേരെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ആരാന്നറിയില്ല. മീറ്റിങ്ങിൽ ചെയ്യുന്ന സമയത്ത് അവരൊക്കെയാണ് എതിര് നിൽക്കണമെന്നാണ് സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞത്. AS കുമരംപുത്തൂർ ചുങ്കം നെൽപ്പിലിയങ്ങാട്ട് രശ്മിയും അമ്മ ജയശ്രീയും 2 വർഷമായി ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്. രശ്മിയുടെ പേരിൽ 5 സെന്റ് സ്ഥലമാണുള്ളത്. ഇതിൽ വീട് നിർമ്മാണം പൂർത്തിയായി. തന്റെ വീടിന്റെയും ഇതിനോട് ചേർന്നുള്ള അമ്മയുടെ പേരിലുള്ള സ്ഥലത്തിന്റെയും മുൻവശത്ത് മതിൽ കെട്ടാനുള്ള ശ്രമമാണ് ചിലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പഞ്ചായത്ത് മുടക്കിയിരിക്കുന്നത്. മതിൽ നിർമ്മിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ പ്രദേശത്ത് ചിലർ എതിർപ്പുമായി രംഗത്തു വന്നു. ഇതേ തുടർന്ന് മതിൽ നിർമ്മിക്കാൻ പെർമിറ്റിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകി. പഞ്ചായത്തിൽ നിന്ന് ഓവർസിയർ വന്ന് സ്ഥലം പരിശോധിച്ച ശേഷമാണ് പെർമിറ്റ് നൽകിയത്. ഇതനുസരിച്ച് നിർമ്മാണം തുടങ്ങിയപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകി. പെർമിറ്റ് ഇല്ലാതെയാണ് നിർമ്മാണം നടത്തുന്നതെന്നും റോഡ് കയ്യേറി എന്നുമാണ് സ്റ്റോപ്പ് മെമ്മോയിൽ പറയുന്ന കാരണം. പഞ്ചായത്തിൽ നിന്ന് നൽകിയ പെർമിറ്റിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാതെയാണ് മതിൽ നിർമ്മാണത്തിന് തറകീറിയത്. പഞ്ചായത്ത് നൽകിയ പെർമിറ്റിൽ റോഡിന് 3 മീറ്റർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റോപ്പ് മെമ്മോയിൽ 4 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വൈദ്യം ചൂണ്ടിക്കാട്ടിയപ്പോഴാകട്ടെ തങ്ങൾക്ക് മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്നും കോടതിയിൽ പോകാനുമാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതെന്ന് രശ്മി പറഞ്ഞു. പണവും ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനവുമുള്ളവർക്ക് വഴങ്ങി അധികൃതർ തങ്ങൾക്ക് നീതി നിഷേധിക്കുകയാണെന്നാണ് രശ്മി പറയുന്നത്. ഞാനിവിടെ മതിൽ കെട്ടാൻ തുടങ്ങി, വീടിൻ്റെ കഴിഞ്ഞു. ഇപ്പം മതിൽ കെട്ടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാർ വന്ന് ഒരാൾ വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കയറ്റി കെട്ടാൻ പറഞ്ഞു. ഞാനത് കയറ്റി കെട്ടാൻ തയ്യാറായില്ല. കാരണം എനിക്ക് പഞ്ചായത്തിൻ്റെ അവരൊന്നും ആദ്യം ഇതിലേക്ക് കെട്ടാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അവരൊരു അളവ് തന്നിട്ടുണ്ടായിരുന്നു, അളവിൽ മാത്രം. പക്ഷെ അവർ ഞാൻ പഞ്ചായത്തിൽ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഇപ്പം ഞാൻ ഈ കെട്ടണതൊക്കെ അവർ മുടക്കി. കാരണം എനിക്കില്ലാത്ത പരാതികൾ വന്നുകൊണ്ടിരുന്നു. വെറുതെ പഞ്ചായത്തിൽ അവർ കൂടി ചേർന്നിട്ട് സ്റ്റോപ്പ് മെമ്മോ തന്നുകൊണ്ടിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പെർമിറ്റ് എടുത്തു. അവരെന്നോട് തന്നെ പഞ്ചായത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് മുകളിൽ പ്രഷറാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും പെർമിറ്റ് എടുക്കാൻ പറഞ്ഞു. പെർമിറ്റ് എടുത്തു. പെർമിറ്റ് എടുത്തപ്പോഴും അവരെന്ത് ചെയ്തു, പെർമിറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ വന്നു. ഇതിൻ്റെ പേരിൽ ഞാൻ കളക്ടർക്കും സബ് കളക്ടർ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സെക്രട്ടറിനെ കാണാൻ പോയി ഇത് വെച്ചിട്ട്. പക്ഷെ അവരൊക്കെ അത് ഒഴിഞ്ഞു മാറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. കാരണം ചോദിച്ചാൽ അവർ മുൾക്ക് പ്രഷർ ഞങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കണ പോലെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവർ മതിലിറക്കി കെട്ടിയതുകൊണ്ട് ഞങ്ങളിവിടെ മതിലിട്ടാൻ സമ്മതിക്കില്ല. ഇതാണ് അവർ പറയണത്. കാരണം അവർ വീട്ടിലേക്ക് വണ്ടി കയറണം വെച്ചാൽ ഞങ്ങളിവിടെ മതിൽ കെട്ടരുത്. കാരണം കെട്ടിക്കില്ല എന്ന് അവരെ പ്രസ്റ്റീജിനെ ബാധിക്കും ഞങ്ങൾ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ.
അപ്പൊ ഈ ഞങ്ങൾക്ക് നിങ്ങള് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ആ എത്ര തവണ പെർമിറ്റ് എടുത്തു? ഇപ്പൊ ഇതിന് ഈ വീടിനായിട്ടൊരു പെർമിറ്റ് വേറെ എടുത്തു, വീടിന്റെ മാത്രം. ഇത് കൂടാതെ അവർ മതിലിന് മാത്രമായിട്ട് പെർമിറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ സ്ഥലം നമ്മളിപ്പോൾ പ്രൈവറ്റ് കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അതനുസരിച്ച് നമ്മൾ പഞ്ചായത്തിന് പെർമിറ്റ് വീണ്ടും എടുത്തു. അവർ വന്നിവിടെ ഓവർസർ വന്ന് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ് ഈ പെർമിറ്റ് വീണ്ടും ഞങ്ങൾക്ക് തന്നത്. ഇപ്പോഴവർ പറയണത് അനുമതി ഇല്ലാതെയാണ് ഇവിടെ കെട്ടണമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ തന്നിരിക്കുന്നത്. അപ്പൊ ഈ പെർമിറ്റുമായിട്ട് പഞ്ചായത്തിൽ ചെന്നില്ലേ? ചെന്നു, സെക്രട്ടറിനെ കണ്ടു ഞങ്ങള്. അപ്പൊ അതിന്റെ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അയാൾ പറയണത് മുടിക്കണതൊക്കെ അവര് പറയണത് ഞങ്ങൾക്ക് 3 വർഷം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയണത്, ഞങ്ങൾക്കൊരു അവരെന്നെ പെട്ടെടുക്കുകയാണ്. ഇപ്പോൾ അവർക്കിപ്പോൾ എന്താ ചെയ്യേണ്ടെന്നുള്ള ഇത് അവർക്ക് അറിയണില്ല. ഇവരെ സമ്മർദ്ദം വേറെ. അപ്പോൾ അവരെന്ത് ചെയ്തിരിക്കണു, ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ പരാതി കൊടുക്കാതെ തന്നെ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം 2 കൂട്ടരുടെയും കൂടെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ പേരിലൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങളൊരു പരാതി പഞ്ചായത്ത് കൊടുത്തില്ല. ഞങ്ങൾക്ക് ഇത് ഈ എന്താ പറയുക പെർമിറ്റിൽ കെട്ടണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളിപ്പോൾ അവരെടുക്കട്ടെ നിങ്ങൾ എടുക്കാൻ പറഞ്ഞു, ഞങ്ങൾ പെർമിറ്റ് എടുത്തു. ഇനി ഞങ്ങൾക്ക് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ തന്നിരിക്കുകയാണ്. പക്ഷെ അതൊന്നും നീക്കി തരാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഇപ്പോൾ വന്ന സെക്രട്ടറി പറയണത് ഞാൻ പുതിയതാണ്, എനിക്കറിയില്ല. പിന്നെ എസിനോട് ചോദിക്കുമ്പോൾ എസ് ഫോൺ എടുക്കണില്ല. വിളിക്കുമ്പോൾ അവിടെ പോയി ചെന്ന് കാണുമ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നു, ഞാൻ ഇപ്പോൾ താലൂക്കിലേക്ക് വിളിക്കാം, ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ ഇന്നലെ താലൂക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ആ പഞ്ചായത്തിൻ്റെ സ്ഥലം അളക്കാൻ പറ്റില്ല, കാരണം നിലവിൽ അവിടെ റെക്കോർഡ്സ് പ്രകാരം ഈ റോഡ് അവിടെ ഇല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ കേരളത്തിലെ UDF സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ജനക്ഷേമം സംരക്ഷിക്കൂ, പെൻഷൻ വിതരണം ഉറപ്പാക്കൂ എന്ന് UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റി നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് മേലെ പട്ടാമ്പിയിൽ നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ കൂട്ടായ്മ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസഹാക്ക് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് എ ഷാബിറ അധ്യക്ഷയായി. സെക്രട്ടറി എ ആനന്ദവല്ലി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MK സുമതി, ED ശ്രീജ, ഏരിയ ജോയിന്റ് സെക്രട്ടറി P ഗീത എന്നിവർ സംസാരിച്ചു. പെൻഷൻ അട്ടിമറിച്ച ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മഹിളാ അസോസിയേഷന്റെ യൂണിറ്റുകളിലും വില്ലേജ് തലങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പലർക്കും സംശയം തോന്നും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷം 10 വർഷക്കാലം ഈ കേരളത്തിനകത്ത് അധികാരത്തിലിരുന്നപ്പോൾ ഈ കേരളത്തിലെ ഓരോ സ്ത്രീകളും അഭിമാനിക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള സ്ത്രീ മുന്നേറ്റ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സർക്കാർ മുന്നോട്ട് പോയത്. കുറെ വർഷങ്ങളായി കേരളത്തിനകത്തെ സ്ത്രീകൾ പൊതുവായി പറയുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉയർത്തണമെന്നും അതോടൊപ്പം സ്ത്രീകളുടെ തൊഴിൽ വർധനയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടലുകൾ നടത്തണമെന്നും സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നല്ല രൂപത്തിൽ നടത്തണം എന്നുൾപ്പെടെ സ്ത്രീകളുടെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെ ഈ കേരളത്തിനകത്തെ സ്ത്രീകളുടെ സംഘടനകൾ ഉയർത്തിയിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ സംഘടനകൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് 24 മണിക്കൂറും പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിനകത്തെ പണി എന്ന് പറയുന്നത് ഒരു കാണാപ്പണിയായി. തുവൂർ റെയിൽവേ സ്റ്റേഷനിൽ MP ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഷെൽട്ടർ പ്രിയങ്ക ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. വയനാട് മുൻ MP രാഹുൽ ഗാന്ധിയുടെ MP ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 28 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്ലാറ്റ്ഫോം ഷെൽട്ടർ നിർമ്മിച്ചത്.
അധ്യാപകരെ ദിവസവേതനക്കാരാക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് AIPTF സീനിയർ വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ ആവശ്യപ്പെട്ടു. മംഗലാംകുന്ന് KPSPA ഭവനിൽ വെച്ച് നടന്ന ഉന്നത വിജയികളെ അനുമോദിക്കലും ഉപജില്ലാ ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വിദ്യാലയങ്ങളിലും ആധുനിക പഠന സൗകര്യങ്ങൾ ഒരുക്കിയും കാലോചിതമായ രീതിയിൽ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചും പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും P. ഹരിഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയായിരുന്ന ആള് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്ന് നമുക്ക് പറയാൻ കഴിയണ്ടേ? നരേന്ദ്രമോദി ഇപ്പോൾ 2014 വയസ്സായി. പുതിയ എല്ലാം ഉണ്ടാക്കിയത് രമേശ് പിഷാരുടെ പുസ്തകം കിട്ടിയത് ഡ്രസ്സായിട്ടാക്കാൻ പറഞ്ഞു അല്ലേ? 200 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ച ഇന്ത്യയാണ് കോൺഗ്രസ് കൊടുത്തത്. കോൺഗ്രസ് 54 കൊല്ലം ഭരിച്ച ഇന്ത്യയെ മൊബൈൽ ഫോണിലെ ഇന്ത്യയാണ് നരേന്ദ്രമോദി കൊടുത്തത്. മറ്റു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കാൻ വഴിയില്ലാത്ത ദരിദ്രനായന്മാർ മാത്രമുള്ള ഒന്നും കഴിവില്ലാത്ത ചണ്ടിയായി കിടക്കുന്ന ഇന്ത്യയാണ് ആരെ ഏൽപ്പിച്ചത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഏൽപ്പിച്ചത്, കോൺഗ്രസിനെ ഏൽപ്പിച്ചത്. കോൺഗ്രസ് 54 കൊല്ലം കൊണ്ട് എന്തായി? നരേന്ദ്രമോദി വരുമ്പോൾ മൊബൈൽ ഫോൺ സംസാരിക്കുന്ന ഇന്ത്യക്കാരുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റി. ആ പുരോഗതിയെ കുറിച്ചൊന്നും ആരും പറയുന്നത് ഇപ്പൊ പറയുന്നതൊക്കെ ഞങ്ങളാന്ന് പറയും. മോണ പറഞ്ഞുകൊണ്ടേയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തെ സത്യാനന്തര കാലഘട്ടം എന്ന് പറയാം. ഈ സത്യാനന്തര കാലഘട്ടത്തിൽ സത്യം പറയുന്നവരായി നമ്മുടെ മക്കൾ മാറണം, അധ്യാപകരുടെ മക്കൾ മാറണം, A+ കിട്ടിയ നിങ്ങൾ മാറണം. സത്യം വരണമെങ്കിൽ സത്യത്തെക്കുറിച്ച് പഠിക്കണം, ചരിത്രം പഠിക്കണം. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ കൊണ്ടുകൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിക്കാനാണ് കാർൽ മാർക്സ് പറഞ്ഞത്. കാർൽ മാർക്സ് ഉണ്ടാക്കുന്നത് അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആരും വരണമെന്നല്ല, എന്താ കാണുന്നത് നോക്കിയാണ്. ചെർപ്പുളശ്ശേരി ഉപജില്ലാ പ്രസിഡന്റ് CR പുരുഷോത്തമൻ അധ്യക്ഷനായി. യോഗത്തിൽ PG ദേവരാജ്, KR സുജേഷ്, PM ശ്രീകാന്ത്, K ശശികുമാർ, വിനീത് A, ഗിരീഷ് ലാൽ, ഗുപ്ത KS, K മനോജ് കുമാർ, M സഞ്ജിത് കുമാർ, മിനി CT, വിനീത T, ബിന്ദു PB, ശ്രീലത K, അജിത് കുമാർ, മുഹമ്മദ് ഷാനിൽ K എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരം മാലിന്യം തള്ളാനുള്ള ഇടമാകുന്നു. അരിയൂർ ജുമാ മസ്ജിദിനോട് സമീപത്ത് വൻതോതിലാണ് മാലിന്യങ്ങൾ ഉള്ളത്. പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ ഉൾപ്പെടെ മനുഷ്യൻ ഉപയോഗിച്ച് തള്ളുന്ന എല്ലാത്തരം വസ്തുക്കളും ഇവിടെയുണ്ട്. താഴെ അരിയൂർ ജുമാ മസ്ജിദിനോട് സമീപത്തായാണ് ദേശീയപാതയോരത്ത് വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്. ദേശീയപാതയ്ക്കും സ്വകാര്യ സ്ഥലത്തിനും ഇടയിലുള്ള ഭാഗത്താണ് പ്ലാസ്റ്റിക് ചാക്കുകളിലും വലിയ കവറുകളിലും നിറച്ച് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത്. സമീപത്തായി വീടുകളോ കടകളോ ഇല്ല. ആകെയുള്ളത് പകൽ മാത്രം പ്രവർത്തിക്കുന്ന തട്ടുകടകളാണ്. രാത്രിയായാൽ ഇവ അടയ്ക്കും. ഈ തക്കം നോക്കിയാണ് മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പുറന്തള്ളുന്ന വസ്തുക്കളും ഇവിടെ കാണാം. തൊട്ടടുത്തായി ഒരു ആരാധനാലയവും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയുമുണ്ട്. മണ്ണാർക്കാട് ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് ജില്ലാതല ഉദ്ഘാടനം മണ്ണാർക്കാട് മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിച്ചു. ഹജ്ജിന്റെ സേവനവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ സെന്ററിൽ നിന്ന് ലഭിക്കും. അടുത്ത വർഷത്തെ ഹജ്ജിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നവർക്ക് അപേക്ഷ സമർപ്പണം മുതൽ യാത്ര പുറപ്പെടുന്നത് വരെയുള്ള സഹായങ്ങൾക്കായാണ് ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തനം തുടങ്ങുന്നത്. ജില്ലാ മണ്ഡലം തലങ്ങളിൽ ഹജ്ജ് കമ്മിറ്റി നിയോഗിച്ച പരിശീലകരുടെ നേതൃത്വത്തിലുള്ള സഹായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. മണ്ണാർക്കാട് ശിഹാബ് തങ്ങൾ സ്മാരക സൗധത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ ആളുകളൊക്കെ മടങ്ങിയെത്തി. പക്ഷെ അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ ആരംഭിക്കും. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് വഴി ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോകുന്ന ആളുകളുടെ എൻട്രി ആരംഭിച്ചു. അപ്പൊ അതിന്റെ ഒരു തുടക്കം നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടിയുമായി സംഗമിച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നടന്നു. ഇതൊന്നും വലിയ ചടങ്ങുകളായിട്ട് നടത്താറില്ല. അപ്പോ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ തന്നെയാണ് അടുത്ത വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് പോകാൻ ആദ്യമായി പേര് രജിസ്റ്റർ ചെയ്തു. അപ്പൊ അവരുടെ ആ രജിസ്ട്രേഷൻ നടപടികൾക്ക് ഒരു തുടക്കം ഇവിടെ വെച്ച് നമ്മൾ കുറിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ സെപ്പറേറ്റ് വലിയ ചടങ്ങുകളാക്കി നടത്തേണ്ടതില്ല എന്നും ഞങ്ങൾ തന്നെ നിർദ്ദേശിച്ചതാണ്. കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടന്നു പോകണം. അപ്പൊ ആവശ്യത്തിന് സമയം കിട്ടും. ഇപ്പോഴേ അത് തുടങ്ങിയാൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യാൻ ആവശ്യത്തിന് സമയം കിട്ടും. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ ഇനി അതിന്റെ നിരവധി ക്ലാസുകൾ നടക്കാനുണ്ട്. അതിൽ അവർക്ക് കിട്ടും.
അതിന്റെ ഒരു തുടക്കം മാത്രം. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി തുടക്കം കുറിച്ചിരിക്കുന്നു. ഇ റഷീദ്, പി മുഹമ്മദ്, കാസിംകുന്നത്ത് എന്നിവരിൽ നിന്ന് രജിസ്ട്രേഷൻ രേഖകൾ മന്ത്രി ഏറ്റുവാങ്ങി. നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം റുഷീദ് ആലായൻ, ഹുസൈൻ കൊളശ്ശേരി, കെ ആലിപ്പു ഹാജി, ബഷീർ തെക്കൻ, ഹുസൈൻ കളത്തിൽ, ഹമീദ് കൊമ്പത്ത്, ട്രെയിനർമാരായ എൻ വി ഷബീർ, യൂസഫ് ഇളയോടത്ത്, ടി കെ അൻവർ സാദിഖ് എന്നിവർ പ്രസംഗിച്ചു. ലഹരിക്കെതിരെ മിനി ഫുട്ബോൾ വേൾഡ് കപ്പുമായി പട്ടാമ്പി ഹൈസ്കൂൾ. അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ തമ്മിലായിരുന്നു മത്സരം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്ന് 1 മില്യൺ തൂഫാൻ ഗോളുകൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മിനി വേൾഡ് കപ്പ് 2016 പട്ടാമ്പി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചത്. അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ തമ്മിലായിരുന്നു മത്സരം. പോർച്ചുഗലും ഫ്രാൻസും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് ഫ്രാൻസ് കപ്പ് നേടി. നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ വിരൽ ചാർത്ത് എന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളുടെ പതാകകളും ജേഴ്സികളും അണിഞ്ഞ് വിദ്യാർത്ഥികൾ ലോകകപ്പ് മത്സരത്തെ ആവേശപൂർവ്വം വരവേറ്റു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിതേഷ് മോഴിക്കുന്നം, വാർഡ് കൗൺസിലർമാരായ പി സുരേഷ്, കൃഷ്ണദാസ്, പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ മനു കൃഷ്ണ, ASI ബിന്ദു, ബിജേഷ്, പഴയകാല ഫുട്ബോൾ താരങ്ങൾ, മറ്റ് അധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികളിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് പരിപാടിയിൽ അനുമോദിച്ചത്. പി മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ പഠനം കൊണ്ടും പഠന പ്രവർത്തനം കൊണ്ടും കഴിവുകൊണ്ടും സർക്കാരിന് ഇടപെട്ടുമൊക്കെയാണ് എന്നുള്ളത് ശരിയാണെങ്കിലും ഫുൾ A+ കിട്ടി എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഫുൾ A+ കൊണ്ട് പൂർണ്ണമാവുന്നില്ല. അക്കാഡമിക് തലത്തിൽ പരീക്ഷയിൽ കിട്ടിയ അടിസ്ഥാനത്തിൽ ഫുൾ A+ ആണെങ്കിലും സമൂഹത്തിൽ നിന്ന് ഒരു A+ കിട്ടാണ്ട് മനസ്സിലായില്ലേ? അതിനു വേണ്ടിയുള്ള പരിശ്രമം നടക്കണം. അതിന് പരീക്ഷ ഒന്നുമില്ല, ചോദ്യപേപ്പറില്ല, ഉത്തരവെഴുതലൊന്നുമില്ല. നമ്മുടെ പെരുമാറ്റം കൊണ്ട്, സമീപനം കൊണ്ട്, വിനയം കൊണ്ട്, ബഹുമാനം കൊണ്ട്, ആദരവ് കൊണ്ട് അല്ലേ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണ് ആ സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു പാഠത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന വിവരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫുൾ A+കാരാവുക.
നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അംഗങ്ങളായ ശ്രീലജ വാഴക്കുന്നത്ത്, VP സമീജ്, അനിത, രേഷ്മ യു, കൗൺസിലർമാരായ KM ഇസാഖ്, ജയൻ മാസ്റ്റർ, ചെറുപ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P അബ്ദുൽ സലീം, E വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. പവിത്ര, സുരേഷ്, ഷിഫ്ന വാർക്കയിൽ താൻ മൂത്തെടുത്ത് ക്ഷണിക്കുന്നു. ഒരാഴ്ചയായി തൂത പാറൽ വീട്ടിക്കാട് AMLP സ്കൂളിൽ നടന്നുവന്ന വായനാ വാരാചരണ പരിപാടികൾ സമാപിച്ചു. സമാപന ചടങ്ങിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും നടന്നു. പാറൽ പൊതുജന വായനശാലയുമായി സഹകരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രശസ്ത നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ പ്രമോദ് പാലൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് PT ഖമറുന്നിസ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് VK ഈസ മുഖ്യപ്രഭാഷണം നടത്തി. കഥ, കവിതാരചനാ മത്സരം, സാഹിത്യ ക്വിസ്, പുസ്തകാസ്വാദന സദസ്സ്, പുസ്തക പ്രകാശനം, വായനാ മത്സരം തുടങ്ങിയ പരിപാടികൾ നടന്നു. 4ാം ക്ലാസ് വിദ്യാർത്ഥി VK ഫാത്തിമ നബ രചിച്ച കിളിപ്പാട് പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തൂത ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ ഹാരിസ ടീച്ചറുടെ നേതൃത്വത്തിൽ യൂണിറ്റ് അംഗങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകിയാണ് ഈ വർഷത്തെ വായനാ വാരത്തിന് തുടക്കമായത്. പ്രധാനാധ്യാപകൻ KK അബ്ദുൽ ലത്തീഫ്, സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ പാറൽ, PTA വൈസ് പ്രസിഡന്റ് NP മുനീർ, കമ്മിറ്റി അംഗങ്ങളായ CP സുചിത്ര, M രമ്യ, VK ഫരീദ ഫർസാന, KP റഷീദ, VK സനിയ, VP ഷബ്ന, P ഷമീമ, V ഷബീബ, KK ഷൈജൽ, K നിഹാല, KK ഷാദിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മയ്യഴിയെക്കുറിച്ച് ഇനിയും എഴുതാനുണ്ടെന്ന് പെരിന്തൽമണ്ണ പരിയാപുരം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളോട് മനസ്സ് തുറന്ന് സാഹിത്യകാരൻ M മുകുന്ദൻ. എഴുത്തിന്റെ വഴിയെ യാത്രയുടെ ഭാഗമായി M മുകുന്ദനോട് സംവദിക്കാൻ എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ. ഇനിയും എഴുതുമ്പോൾ വിഷയം എന്തായിരിക്കുമെന്ന് വിദ്യാർത്ഥിനി ഷെറിൻ ഷഫീറിന്റെ കൗതുകത്തോടെയുള്ള ചോദ്യത്തിന് മറുപടിയായാണ് മയ്യഴിയെക്കുറിച്ചു തന്നെ ഇനിയും എഴുതാനുണ്ടെന്നും 100 വർഷം മുൻപുള്ള മയ്യഴിയാണ് മനസ്സിലെ കഥാവിഷയമെന്നും സാഹിത്യകാരൻ M മുകുന്ദൻ പറഞ്ഞത്. മാഹിയിലെ മയ്യഴി പുഴയുടെ തീരത്തുള്ള മലയാള കലാഗ്രാമത്തിലെ മരച്ചുവട്ടിലിരുന്നാണ് M മുകുന്ദൻ പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തകരുമായി സംസാരിച്ചത്. എഴുത്തിന്റെ വഴിയെ യാത്രയുടെ 17ാം വർഷത്തിൽ മയ്യഴിയുടെ കഥാകാരന്റെ എഴുത്തുവഴി തേടിയാണ് കുട്ടികൾ അധ്യാപകർക്കൊപ്പം മാഹിയിലെത്തിയത്. മയ്യഴിയും പുഴയും ഇവിടുത്തെ മനുഷ്യരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മാഹി കഴിഞ്ഞാൽ ദീർഘകാലം ജോലി ചെയ്ത ഡൽഹിയോടാണ് പ്രിയം. ഈ നാടുകളിലെ ജീവിതവും നാട്ടുചരിത്രവുമാണ് എൻ്റെ രചനകളിൽ നിറയുന്നത്. ഒട്ടേറെ അനുഭവങ്ങൾ പങ്കുവച്ച M മുകുന്ദൻ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോയി. ഒരു നോവലിലെ ആദ്യ വാചകം എഴുതുമ്പോൾ എനിക്ക് പേടിയാണ്, പൂർണ്ണമാക്കാൻ കഴിയുമോ എന്ന ആശങ്ക. അവസാന വരി എഴുതുമ്പോൾ ആശങ്കകൾ സന്തോഷത്തിന് വഴിമാറും. എഴുതിക്കഴിഞ്ഞത് അച്ചടിച്ചു കാണുമ്പോൾ ഇനിയും നന്നാക്കാമായിരുന്നു എന്നും തോന്നും. എഴുത്തുകാരെ ഉയർത്തുന്നത് വായനക്കാരാണ്. കൂടുതൽ വായനക്കാർ ഉണ്ടാകുമ്പോൾ എഴുത്തുകാരൻ വലുതാകും. M മുകുന്ദൻ പറഞ്ഞു. ഭാവനയുടെ ആദ്യ ബിന്ദു വളർന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലായി. സങ്കീർണമായ വിഷയങ്ങൾ പോലും ലളിതമായി ആവിഷ്കരിക്കാനാണ് ഇഷ്ടം. ജോലിയോടൊപ്പം എഴുത്തും കൊണ്ടുപോവുക കഠിനമായ അധ്വാനമാണ്. എഴുത്തിന് പ്രധാനം ജന്മവാസനയാണ്. സാഹചര്യങ്ങൾ സർഗാത്മകതയെ ട്രിഗർ ചെയ്യും. മയ്യഴി എനിക്ക് സമ്മാനിച്ചത് അതാണെന്നും M മുകുന്ദൻ പറഞ്ഞു. മനുഷ്യബന്ധങ്ങൾ അറ്റുപോകുന്നതും പരസ്പര സ്നേഹം നഷ്ടമാകുന്നതുമാണ് ഇക്കാലത്തെ തൻ്റെ വലിയ ദുഃഖം. കുട്ടികളായ നിങ്ങൾക്ക് അത് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും വായന നിങ്ങൾക്ക് ലഹരിയാകണമെന്നും കഥാകാരൻ ഓർമ്മിപ്പിച്ചു. ചിത്രകാരികളായ ജുവാന ജെയിൻ, ഇസ ഫാത്തിമ എന്നിവർ അദ്ദേഹത്തിന്റെ ചിത്രം വരച്ച് സമ്മാനമായി നൽകി. S ശ്രീകാർത്തിക, A ഐറിൻ സഫീർ, KS ആയിഷ നേഹ, T നിദ ഫാത്തിമ, N ഹിരൺദേവ്, K ചൈത്ര പ്രഭാത് കുമാർ, K കിരൺ, M ലക്ഷ്മിക, K നിധി, AP ദിയശ്രീ, PK ഭൂമിക എന്നിവർ ചോദ്യങ്ങൾ ഉന്നയിച്ചു. വിദ്യാരംഗം കോർഡിനേറ്റർ മനോജ് വീട്ടുവേലിക്കുന്നേൽ, അധ്യാപകരായ ശ്രീജ ജോസഫ്, PG ജോസഫ്, ഷിഹാബ് ഫോട്ടോലാൻഡ് എന്നിവർ നേതൃത്വം നൽകി. 3 പതിറ്റാണ്ടായി കഥകളി സംഗീത വേദികളിലെ സ്ത്രീ ശബ്ദമായി ജ്വലിച്ചു നിൽക്കുന്ന ദീപ പാലനാടിനെ
പെരിന്തൽമണ്ണ കലാ സാംസ്കാരിക സഹകരണ സംഘത്തിന്റെയും സംസ്കാരയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ദീപയും ദീപയുടെ ശിഷ്യ ഫാത്തിമ ഇസ്തിക്കും ചേർന്ന് കഥകളി സംഗീത കച്ചേരിയും അവതരിപ്പിച്ചു. പെരിന്തൽമണ്ണ കലാ സാംസ്കാരിക സഹകരണ സംഘത്തിന്റെയും സംസ്കാരയുടെയും സംയുക്താഭിമുഖ്യത്തിൽ KSTA ഹാളിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. കഥകളി സംഗീതജ്ഞ ദീപ പാലനാടിനെ സാംസ്കാരിക സഹകരണ സംഘം പ്രസിഡന്റ് വേണു പാലൂർ ആദരഫലകം നൽകി ആദരിച്ചു. M. അമ്മിണി അംഗവസ്ത്രം സമ്മാനിച്ചു. ചടങ്ങിൽ പീതാംബരൻ ആനമങ്ങാട് അധ്യക്ഷത വഹിച്ചു. MV രാജൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ദാമു സോഡിയാക്, PV ഗോവിന്ദനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കഥകളി സംഗീത ലോകത്ത് 3 പതിറ്റാണ്ടായി വേറിട്ടൊരു സ്വരമായി നിലകൊള്ളുകയാണ് ദീപ പാലനാട്. ദീപ പാലനാടും ഇവരുടെ ശിഷ്യ ഫാത്തിമ ഇസ്തിക്കും ചേർന്നൊരുക്കിയ സംഗീത വിരുന്ന് ഏറെ ഹൃദ്യമായി. ഊർജിതാശയ എന്ന നളചരിതത്തിലെ കമ്പോജി രാഗത്തിന്റെ തനത് സൗന്ദര്യം സംഗീത കച്ചേരിയിലൂടെ ഇവർ ആസ്വാദകരിലെത്തിച്ചു. കാപ്പി, ശ്രീരാഗം, സുരുട്ടി, മധ്യമാവധി തുടങ്ങിയ രാഗങ്ങളിലാണ് കഥകളി സംഗീതം ആലപിച്ചത്. കലാമണ്ഡലം സുധീഷ് കുമാർ മദ്ദളവും വാദനം ചെയ്തു. ചെർപ്പളശ്ശേരി വിവേകാനന്ദ വിദ്യാനികേതൻ വിദ്യാലയത്തിൽ വായനാ വാരാഘോഷം സമാപനം നടന്നു. പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു. K. രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ആലോകം മാഗസിൻ ബിജുമോൻ പന്തിരുകുലം പ്രകാശനം ചെയ്തു. പ്രധാനാധ്യാപിക വിനിത തെക്കേടത്തുമന, അധ്യാപകരായ പ്രദീപ് KV, വിദ്യ E എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കവിതാലാപനവും നടന്നു. പ്രധാന വാർത്തകൾ. മരണക്കെണിയായി മാറി മുണ്ടൂർ തൂത സംസ്ഥാന പാത. അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ 4 പേർക്കാണ് ഈ ഭാഗത്ത് മാത്രം ജീവൻ നഷ്ടമായത്. അങ്ങാടിപ്പുറത്തെ ബൈപ്പാസ് റോഡുകളുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരും. മഞ്ഞളാം കുഴിയാലി MLA ഇടപെട്ടാണ് യോഗം വിളിക്കുന്നത്. ചെത്തല്ലൂർ കാവുവട്ടത്ത് സ്ഥാപിച്ച തൃക്കരിപ്പൂർ MLA സന്ദീപ് ജി വാര്യരുടെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ച അജ്ഞാതർ. പോലീസിൽ പരാതി നൽകി കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റി. മണ്ണാർക്കാട് നജാദ് കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണം. ആക്രമണ കാരണം റാഗിംഗ് ചോദ്യം ചെയ്തതിലെ വൈരാഗ്യം. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കരുതെന്ന് തൃക്കരിപ്പൂർ MLA സന്ദീപ് ജി വാര്യർ. ഇത്തരം ഇടങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നും സന്ദീപ് ജി വാര്യർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.